لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمكم الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب صلى الله عليه وسلم. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ദുൽഖഅദ മാസത്തിലാണുള്ളത്. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പരിശുദ്ധ ദുൽഹജ്ജ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഹജ്ജിന്റെ മാസങ്ങൾ എന്ന് പറയുന്നത് പ്രബലമായ അഭിപ്രായ പ്രകാരം അൽ ഹജ്ജു അശ്ഹറും മാലൂമാത്ത്, ഹജ്ജ് മാസങ്ങൾ അറിയപ്പെടുന്ന മാസങ്ങളാണ്. ശവ്വാൽ, ദുൽഖഅദ, ദുൽഹജ്ജ്. ചിലരുടെ അഭിപ്രായത്തിൽ ദുൽഖഅദ, ദുൽഹജ്ജ്, മുഹറം. ഹജ്ജിന് വരാനും പോകാനും ഒക്കെ കൂടി ചേർത്ത ആണ് ഹജ്ജ് മാസങ്ങൾ എന്ന് പറയുന്നത്. ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് ഹജ്ജ്. ഹജ്ജിനെ സംബന്ധിച്ച് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമാകുന്ന കെട്ടിടം 5 തൂണുകളിലാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അതിലൊന്ന് ഹജ്ജാണ്. അത് അതിൻ്റെ പ്രാധാന്യത്തെ വിളിച്ചോളൂ. പഞ്ചസ്തംഭങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിച്ചവൻ കാഫിറാണ്, സത്യനിഷേധിയാണ്. ഒരാൾ ഹജ്ജ് ചെയ്യാൻ ആരോഗ്യവും കഴിവും സാമ്പത്തിക ശേഷിയും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഹജ്ജ് ബോധപൂർവം ചെയ്യാതിരുന്നാൽ അയാൾ സത്യനിഷേധിയായിത്തീരും. അതുകൊണ്ടൊരു സത്യവിശ്വാസി ഹജ്ജ് ചെയ്യാൻ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കണം. ഹജ്ജ് ചെയ്യാൻ എപ്പോഴാണോ അവസരം ലഭിച്ചത്, പ്രായപൂർത്തിയായതിന് ശേഷം എപ്പോൾ അവസരം ലഭിച്ചാലും അപ്പോൾ ഹജ്ജ് ചെയ്യണം. മറ്റ് ആവശ്യങ്ങളെക്കാൾ ഹജ്ജിന് പ്രാമുഖ്യം കൊടുക്കണം. ഹജ്ജിനും പ്രാമുഖ്യം കൊടുത്താലേ ഹജ്ജ് ചെയ്യാൻ കഴിയും. നമ്മൾ ഹജ്ജ് ചെയ്താലേ ഒരാൾ പൂർണ്ണ ഇസ്ലാമികമായ ഘടനയിൽ എത്തിച്ചേരുന്നു. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. അവിടെ ചെന്ന് ഹജ്ജ് നിർവഹിക്കുക എന്നത് മനുഷ്യർക്ക് അല്ലാഹുവിനോടുള്ള ബാധ്യതയാണ്. വമൻ കഫറ,
ആരെങ്കിലും അതിനെ നിഷേധിക്കുന്നുവെങ്കിൽ പിന്നൊന്നും പറയണില്ല, ഫൈനല്ലാഹു വലിയ്യുൻ ഹമീദ്, തീർച്ചയായും അള്ളാഹു ലോകരിൽ വെച്ച് നിരാശ്രയനാണ്. അപ്പോൾ ഹജ്ജിനെ നിഷേധിക്കുന്നവരെ കഫറ എന്ന വാക്കാണ് പ്രയോഗിച്ചത്. അപ്പോൾ നമുക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഭവനത്തിൽ പോയി ഹജ്ജ് ചെയ്യുക എന്നുള്ളത്. ആയുസ്സിലൊരിക്കൽ അത് ചെയ്യൽ നിർബന്ധമാണ്. ഈ വിഷയത്തിൽ ഒരുപാട് ഹദീസുകളും ആയത്തുകളൊക്കെ ഖുർആനിൽ അതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഹജ്ജ ഹാദൽ ബൈത്ത് ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കമാ വലദതു ഉമ്മുഹു. ആരെങ്കിലും ഈ ഭവനത്തിൽ വന്ന് ഹജ്ജ് ചെയ്താൽ, അതും അശ്ലീലതകളില്ലാത്ത, ന്യൂനതകളില്ലാത്ത, പോരായ്മകളില്ലാത്ത വിശുദ്ധമായൊരു ഹജ്ജ് ചെയ്താൽ, ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ അയാൾ പരിശുദ്ധനായി തിരിച്ചു വരും. മറ്റൊരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം, സുഇലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനോട് ചോദിച്ചു, അയ്യുൽ അഅ്മാലി അഫ്ളൽ, അല്ലാഹുവേ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണ്? ഖാല, റസൂൽ പറഞ്ഞു, ഈമാനും ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അവൻ്റെ ദൂതനിലും വിശ്വസിക്കലാണ്. ഖീല, വീണ്ടും ചോദിച്ചു, സുമ്മ മാതാ, പിന്നെ ഏതാ ശ്രേഷ്ഠ കർമ്മം? ഖാല, റസൂൽ പറഞ്ഞു, ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യലാണ്. ഖീല സുമ്മ മാതാ, പിന്നെയും ചോദിച്ചു, റസൂലെ, പിന്നെ ഏതാ ഏറ്റവും ശ്രേഷ്ഠം? ഹജ്ജും മബ്റൂർ, പുണ്യകരമായ ഹജ്ജാണ് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം എന്ന് പറഞ്ഞു. അതേപോലെ മറ്റൊരു ഹദീസിൽ കാണാം, അൽ ഉംറത്തു ഇലൽ ഉംറ കഫാറത്തുൽ ലിമാ ബൈനഹുമാ വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ഒരു ഉംറ മുതൽ മറ്റൊരു ഉംറ വരെ, അഥവാ അടുത്തൊരു ഉംറ ചെയ്യുന്നതോടുകൂടി അവൻ്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും. വൽ ഹജ്ജുൽ മബ്റൂർ, പുണ്യകരമായ ഹജ്ജിന് ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ പ്രതിഫലമില്ല. അഥവാ നല്ലൊരു ഹജ്ജ് ചെയ്താൽ അത് സ്വർഗം ലഭിക്കുന്നതിന് കാരണമായി തീരും. ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താബിഉ ബൈനൽ ഹജ്ജി വൽ ഉംറ ഫഇന്ന മുതാബഅത ബൈനഹുമാ തൻഫിൽ ഫഖ്റ വദ്ദുനൂബ് കമാ യൻഫിൽ ഖീറു ഹബസൽ ഹദീദ്. നിങ്ങൾ ഹജ്ജും ഉംറയും തുടർത്തുക, അവക്കിടയിലുള്ളത് നിങ്ങൾ ചെയ്ത എല്ലാ പാപങ്ങളും പുറത്തു തരും, മായ്ച്ചു കളയും, ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യും. ആലയിൽ ഇരുമ്പ് പഴിപ്പിക്കുമ്പോൾ അതിലെ കീടങ്ങൾ ഇല്ലാതാകുന്നത് പോലെ. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നിർവഹിച്ചു. ഖത്തബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചു, അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, ഖദ് ഫറള അലൈക്കുമുൽ ഹജ്ജ്, നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു. ഫഹുജ്ജു, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യുക. ഫഖാല റജുലുൻ, ഒരാൾ ചോദിച്ചു, അകുല്ലു ആമി യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, എല്ലാ കൊല്ലവും ഹജ്ജ് ചെയ്യണോ? എല്ലാ കൊല്ലവും ഹജ്ജ് നിർബന്ധമാണോ? ഫസക്കത്ത, നബി മിണ്ടിയില്ല. ഹത്താ ഖാലഹ സലാസ, അയാൾ 3 വട്ടം ചോദിക്കണവരെ. രണ്ടാമത് അയാൾ ചോദിച്ചു, എല്ലാ കൊല്ലവും വേണോ? അപ്പോൾ റസൂൽ മിണ്ടിയില്ല. മൂന്നാമത് ആ സഹാബി ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, എല്ലാ കൊല്ലവും ഹജ്ജ് ചെയ്യണോ? അപ്പോൾ റസൂൽ പറഞ്ഞു, ലൗ കുൻതു നഅം ലവജബത്, ഞാൻ വേണമെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിർബന്ധമാവില്ലേ? അതുകൊണ്ട് എല്ലാ കൊല്ലവും വേണ്ടതില്ല, പക്ഷേ
കഴിയുമെങ്കിൽ ഹജ്ജ് ചെയ്യണം എന്നാണ്. മറ്റൊരു ഹദീസിൽ അബൂ ഉമാമ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം, മല്ലം യംനഅഹു മിനൽ ഹജ്ജ് ഹാജത്തുൻ ളാഹിറ ഔ സുൽത്താനുൻ ജാഇർ ഔ മറദുൻ ജായിസ് ഫമാത വലം യഹുജ് ഫൽയമുത് ഇൻശാഅ യഹൂദിയൻ ഔ ഇൻശാഅ നസ്രാനിയ. ഒരാളെ ഹജ്ജിൽ നിന്ന് രാജ്യത്തെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഒരു മോശമായ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ പ്രത്യേക അത്യാവശ്യ കാര്യങ്ങളോ രോഗമോ ഒന്നും തടഞ്ഞിട്ടില്ല എങ്കിൽ എന്നിട്ട് ഹജ്ജ് ചെയ്യാതെ അയാൾ മരിച്ചാൽ അയാൾ യഹൂദിയും നസാറാക്കളും മരിക്കണ പോലെ മുസ്ലിമല്ലാതെ മരിക്കും. ഇങ്ങനെ ഞാൻ കുറേ ഹദീസുകളോ ആയത്തോളം മുമ്പിൽ വെച്ചതാണ്. ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ ഈ ഖുതുബയിൽ ഞാൻ പറയുമ്പോൾ ഹജ്ജ് മുഴുവൻ എൻ്റെ ചടങ്ങുകളും കാര്യങ്ങളും പറയാനല്ല, പകരം ഹജ്ജിനെ കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് ശരിയാവണം. എല്ലാവരും വിശ്വസിക്കണം എനിക്ക് ഹജ്ജ് നിർബന്ധമാണ്. ഹജ്ജ് ചെയ്തു വരാനുള്ള സാമ്പത്തിക ശേഷി എനിക്ക് എപ്പോൾ ഉണ്ടാകുന്നുവോ, പോയി വരാനുള്ള ആരോഗ്യം എപ്പോൾ ലഭിക്കുന്നുവോ അപ്പോൾ എനിക്ക് ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. പിന്നെ അത് ചെയ്യാതിരുന്നാൽ ഞാൻ കുറ്റക്കാരനാണ്, ഞാൻ മുസ്ലിമായിട്ട് മരിക്കൂല. ഇതിനെ ചിലരൊക്കെ ചോദിക്കുന്നൊരു ചോദ്യം ഹജ്ജ് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയെക്കുറിച്ചാണ്. ഇപ്പം നമ്മളെ നാട്ടിലൊരു ഹജ്ജൊക്കെ ചെയ്തു തന്നെ 5-6 ലക്ഷം റുപ്യ വേണം, 5 ലക്ഷം ഒക്കെ ഗവൺമെൻറ്റിലൊക്കെ വേണം. അത്രയും പൈസ കടബാധ്യതകളൊന്നും ഇല്ലാണ്ട് ഒഴിഞ്ഞ എൻ്റെ ഇരിക്കണില്ല, അതുകൊണ്ട് എനിക്ക് ഹജ്ജ് നിർബന്ധമല്ല എന്നാണ് ചില ആളുകൾ പറയാറ്. അവരോട് നിങ്ങളുടെ ആസ്തി ഒന്ന് കൂട്ടി നോക്കാൻ പറഞ്ഞാൽ കോടികളുണ്ടാവും. അവിടെ 1 ഏക്കർ, അവിടെ 10 സെൻറ്റ്, മറ്റോടത്ത് 20 സെൻറ്റ്, അത് ഇത് ആസ്തി വിറ്റ് നോക്കിയാൽ കോടിക്കുണ്ട്. ഈ ആസ്തിക്കിടക്ക് ഇയാൾക്കൊരാവശ്യം വന്നു, അയാൾ ഉടനെ അതിലൊരു കഷ്ണം വിറ്റിട്ട് ആ സംഗതി നടപ്പാക്കും. മോളെ കെട്ടിക്കേണ്ടി വന്നു, ഒരു കഷ്ണം വിറ്റിട്ട് മോളെ കെട്ടിക്കും. നല്ലൊരു കാറ് വാങ്ങണം, ഒരു കഷ്ണം വിറ്റിട്ട് കാറ് വാങ്ങും. ഇത്രയും ആസ്തിയുള്ള ഒരാൾ കയ്യിൽ കാശില്ല എന്നതിൻ്റെ പേരിൽ ഹജ്ജ് ചെയ്യാതിരിക്കുന്നത് കുറ്റകരമാണ്. ആസ്തി വിറ്റാണെങ്കിൽ അയാൾ ഹജ്ജിന് പോകണം. പുതിയ കാലത്ത് നമ്മുടെ സാമ്പത്തിക ക്രയവിക്രയത്തിന് ചില രീതികളുണ്ട്. നമ്മുടെ പെട്ടിയിൽ ഇങ്ങനെ കാശ് കൂട്ടിയിരിക്കില്ല. ഇപ്പോൾ ചില ബിസിനസ്സുകാരുണ്ട്, അവരോടൊന്ന് ചോദിച്ചാൽ അയ്യോ ഒന്ന് എനിക്കൊരു 10 ലക്ഷം വേണം, നാളെ എനിക്കൊരു 2 ലക്ഷം വേണം. ഒരു ദിവസം അയാളിൽ എക്സ്ട്രാ പൈസ ഉണ്ടാവില്ല. പക്ഷെ അയാൾക്ക് വേറൊരു കോടി കിട്ടാനുണ്ട്, 1/2 കോടി കിട്ടാനുണ്ട്, 50-25 ലക്ഷം കിട്ടാനുണ്ട്. അതൊക്കെ കൂടി നോക്കി അയാളിൽ ഒരുപാട് കോടികളുണ്ട്. പക്ഷേ ഹജ്ജിന് പൈസ മാറ്റി വെക്കാത്ത മനസ്സ് പറ്റില്ല. അതുകൊണ്ട് ഹജ്ജ് ചെയ്യലൊരു പുണ്യകരമാണ്, അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകലാണ്. അതൊരു വലിയ പുണ്യകരമായ കർമ്മമാണെന്ന നിലക്ക് ആയുസ്സിലൊരിക്കൽ അത് ചെയ്യാൻ വേണ്ടി തൻ്റെ സമ്പത്തിൻ്റെ വിഹിതം മാറ്റിവെക്കൽ മുസ്ലിമിന് ബാധ്യതയുണ്ട്. ചിലപ്പോൾ കടം വീട്ടിൽ കിട്ടാനുള്ള കുട്ടിയായാലും മെച്ചുണ്ടാവും, മെച്ചുണ്ടായാൽ അപ്പം ഹജ്ജിന് പോകണം. അല്ലാതെ ഇന്ത്യയിൽ വെറുതെ ഒരു 5 ലക്ഷം റുപ്യ വെറുതെ കെടുക്കുന്നുണ്ട് എന്നാൽ ഹജ്ജിന് പോകാമെന്നല്ല. ആസ്തി ഉണ്ടെങ്കിൽ ഹജ്ജിന് പോകണമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, സാമ്പത്തിക വിഷയം കഴിഞ്ഞാൽ പിന്നെ ചിലരൊക്കെ പറയൽ എനിക്ക് ബാധ്യതകളുണ്ട് എന്നാണ്. എന്താ ബാധ്യത? മോളെ കെട്ടിക്കാനുണ്ട്. മോളെ കെട്ടിക്കാൻ വേണ്ടി ഹജ്ജ് ചെയ്യാതിരിക്കുന്നത് മഹാ തെറ്റാണ്. എല്ലാ പെൺകുട്ടികളെയും കെട്ടിച്ചിട്ടേ ഹജ്ജിന് പോകുന്നു. ദീനുൽ ഇസ്ലാമിൽ എവിടെയും ഒരാൾക്കും അഭിപ്രായമില്ല. പെൺകുട്ടികളെ കെട്ടിക്കലോ വളരെ, പെൺകുട്ടി വലുതാണേലും തന്നെ ഹജ്ജ് ചെയ്യണം. അടുത്ത കൊല്ലം ഒരു മോളെ കെട്ടിക്കുകയാണെങ്കിൽ കൊല്ലം ഹജ്ജ് ചെയ്യാം, വന്നിട്ട് കെട്ടിക്കണം. ഇല്ലെങ്കിൽ ആൾക്കാർ വേറെ വലിയ മരിച്ചാൽ വേറെ ആൾ കല്യാണം കഴിച്ചു കൊടുക്കാൻ അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ട്.
പെൺകുട്ടികളെ കെട്ടിച്ചിട്ട് മഹാ തെറ്റായൊരു പ്രചാരണം ഈ സമുദായത്തിൽ പരന്നിട്ടുണ്ട്. ശരിയല്ല. പെൺകുട്ടികളെ കെട്ടിക്കൽ ഹജ്ജ് ചെയ്യുന്നതിനൊരു തടസ്സമല്ല. ഞാൻ ഈ മെമ്പറിൽ നിന്ന് പറയണ ഒന്നും തർക്കമുള്ള കാര്യമല്ല. നമ്മളെങ്ങനെയൊക്കെയോ പൊട്ടത്തരം ധരിച്ചു വെച്ച വിഷയങ്ങൾ തിരുത്താണ്. അതുകൊണ്ട് ഹജ്ജിന് പോകേണ്ട സമയം എത്തിക്കഴിഞ്ഞാൽ ഉടനെ ഹജ്ജിന് പോകണം. മൂന്നാമത്തെ ഒരു കാര്യം, ഹജ്ജ് ചെയ്യൽ എപ്പോഴാണ് നിർബന്ധമാവുക? ഇതെല്ലാവരും ശ്രദ്ധിക്കണം. പ്രായപൂർത്തിയായാൽ ഹജ്ജ് ചെയ്യൽ നിർബന്ധമായി. ചെറുപ്പക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രായപൂർത്തിയായ അന്ന് മുതൽ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. ഒരു ചെറുപ്പക്കാരൻ ഉപയോഗിക്കുന്ന കാറ് 20 ലക്ഷം, ഐഫോൺ തന്നെ 1.5 ലക്ഷം, അവൻ്റെ സോട്ടും കൂട്ടൊക്കെ കൂടി ഭയങ്കര ലക്ഷം, വരുമാനമുണ്ട്. ചില ചെറുപ്പക്കാരുടെ വിചാരം, ചില ആളുകളുടെ വിചാരം വയസ്സന്മാർ ചെയ്യുന്ന പണിയാണ് ഹജ്ജ് എന്നാണ്. അല്ല, ചെറുപ്പക്കാർ ചെയ്യേണ്ട അമലാണ് ഹജ്ജ്. ഞാൻ പറയാം, ചെറുപ്പക്കാരാണ് ഹജ്ജിന് പ്രാമുഖ്യം കൊടുക്കേണ്ടത്. കാരണം ഹജ്ജ് ചെയ്ത് വന്നാൽ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ തിരിച്ചു വരുന്നതാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. അഥവാ ഹജ്ജ് ചെയ്യുന്നതിലൂടെ ഒരാൾ ശുദ്ധീകരിക്കപ്പെടുമെന്നാണ്. ഈ ഉറങ്ങണവർ ഹജ്ജ് ചെയ്ത ആൾക്കാരാണോ? അത് വേണ വിചാരിച്ച് ഉറങ്ങാണോ അതെന്ന് എനിക്കറിയില്ല. ഉറക്കം വരുന്നവരെ ഹജ്ജ് ചെയ്തിക്കണം. ഇനിയിപ്പോൾ ഞാൻ ഉറങ്ങാം, മറ്റൊരു കേട്ടോട്ടെ എന്ന് വെച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഖുതുബയാണ്, അത് ഫർളാണ്, ശ്രദ്ധിച്ചിരിക്കണം. എനിക്ക് ചുമയും പനിയൊക്കെ ഉള്ളതുകൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് പറയാണ് ഞാൻ. ഉറങ്ങരുത്. അതായത് ചെറുപ്പക്കാരെ ഹജ്ജ് ചെയ്താലുള്ള ഗുണം പിൽക്കാല ജീവിതം ഇസ്ലാമികമാക്കാൻ നല്ലതാണ്. നമ്മൾ പെൺകുട്ടികളെ കെട്ടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഹജ്ജ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കണം. ചില രാജ്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ഹജ്ജിനൊക്കെ പോകുമ്പോൾ കാണുന്നൊരു കാഴ്ച ഉണ്ട്. എൻ്റെ റബ്ബേ, ഈ കേരളത്തിൽ നിന്ന് പോയ കുറേ തള്ളാർ നടക്കാനും വയ്യ, അറഫയിലേക്ക് പോകാനും വയ്യ, മുസ്ദലിഫയിലേക്ക് പോയാൽ വഴിയിൽ വീഴും, ജംറയിലേക്ക് നടക്കാൻ വയ്യ, തവാഫിൻ്റെ ഇടയിൽ ക്ഷീണം, ഒരു അവസ്ഥയിലാണ് ഹജ്ജ് ചെയ്യുന്നത്. കാരണം അത് ഹജ്ജിന് പോണതന്നെ 70, 50 ആൾക്കാർ. അതാണ് കൊടും ചൂടാ. എന്നിട്ട് ആ ചൂടിൽ വല്ലാതെ പ്രയാസപ്പെടും. ശരിക്കും പോകേണ്ടത് ഹജ്ജ് നല്ല ആരോഗ്യത്തിലാണ്. ഹജ്ജിൻ്റെ ചില ചടങ്ങുകളിൽ സ്പീഡിൽ നടക്കുന്ന രംഗങ്ങൾ റമ്മിൽ സഹയിലുണ്ടൊരു ഭാഗം, ആ പച്ചലൈറ്റൊക്കെ അതിനോട്, അതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ സൂചിപ്പിക്കാനുള്ളതാണ്. ചെറുപ്പക്കാരിലാണ്. തവാഫിൽ ആദ്യം വളരെ ഉഷാറിൽ പോകണമെന്നാണ്. അപ്പം അതൊക്കെ ചെയ്യണം. എന്താണെന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരാണ് ഹജ്ജ് ചെയ്യേണ്ടത്. ഒരു ചെറുപ്പക്കാരൻ അത്യാവശ്യം വാഹനമൊക്കെ ഉണ്ട്, പക്ഷെ അത് വലിയ ആഡംബര കാർ വാങ്ങാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്നു, അയാൾ തീരുമാനിക്കേണ്ടത് ഒരു ഹജ്ജ് ചെയ്യാനാണ്. ഹജ്ജ് ചെയ്യാതെ ഒരാഡംബര കാർ വാങ്ങരുത്. കാർ വാങ്ങാം, കാർ അത്യാവശ്യത്തിന് വേണ്ടതല്ലേ. ഹജ്ജ് ചെയ്യാതെ അത് ചെയ്യരുത്. അപ്പോൾ ചെറുപ്പക്കാർ ധാരാളമായി ഹജ്ജിന് പോകണം. കാരണം പിന്നീട് എങ്ങാനും ഹജ്ജ് ചെയ്യാൻ കഴിയാതെ പോയാൽ, അതാണ് നേരത്തെ ഹദീസിൽ പറഞ്ഞത്, പിന്നെ പ്രയാസമാവും. അതുകൊണ്ട് ഫർളായി കഴിഞ്ഞാൽ ഉടനെ ഹജ്ജിന് ആലോചിക്കുക. അങ്ങനെ ഒരു കൾച്ചർ നമ്മുടെ ഇടയിൽ വളർന്നു വരണം. അങ്ങനെ ഒരു കൾച്ചർ നമ്മുടെ ഇടയിൽ വളരണം. അതായത് ഹജ്ജിന് പ്രായമായി കഴിഞ്ഞാൽ പോവുക എന്നത്. വയസ്സാം കാലത്തേക്ക് കാത്തിരിക്കരുത് എന്നാണ്. പലപ്പോഴും വയസ്സാം കാലത്തേക്ക് കാത്തിരുന്ന് പെട്ടെന്ന് മരിച്ചു പോയ എത്ര ആൾക്കാരെ നമുക്കറിയാം. അടുത്ത കൊല്ലം ഹജ്ജിന് പോകാൻ വിചാരിച്ചിരുന്നു, പെട്ടെന്ന് മരിച്ചു. അത് 2 കൊല്ലം കഴിഞ്ഞ് പോകാം, മോളെ കെട്ടിച്ചിട്ട് പോകാം, പെൻഷൻ പറ്റിയിട്ട് പോകാം. ഇതിനിടയ്ക്കൊക്കെ എത്ര ലക്ഷങ്ങളിട്ട് മറിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഹജ്ജ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇനി ഹജ്ജ് ചെയ്യുമ്പോൾ എന്താണ് ഹജ്ജിന് ഇത്ര വലിയ പ്രാധാന്യം വരാനുള്ള കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ശരിക്കും ഒന്ന് സ്ഫുടം ചെയ്തെടുത്ത് സംസ്കരിച്ച് വളർത്തിയെടുക്കുന്ന പ്രക്രിയയാണ് ഹജ്ജ്. ശരിക്കും നല്ലൊരു ഹജ്ജ് ചെയ്താൽ അത് വിശ്വാസികളെ വളരെ ശക്തമായി നിലനിർത്തും. ഹജ്ജും ഉംറയും അതെ. ഉംറ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉംറ നല്ല വ്യാപിച്ചിട്ടുണ്ട്. ഹജ്ജും കുറേ അധികം ചെയ്യുന്നു. ഞാൻ കൃത്യമായി പറയുന്നു, ഇപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ ആത്മീയമായ ഇസ്ലാമികമായ ഉണർവുണ്ടാക്കുന്നതിൽ ഈ ഹജ്ജിനും ഉംറക്കും ഗണ്യമായ പങ്കുണ്ട്.
എനിക്ക് നിരവധി ആളുകളെ അറിയാം. അതുവരെ വലിയ ഇസ്ലാമിക ജീവിതമൊന്നുമില്ല. പക്ഷെ ഒരു ഉംറക്ക് പോയത് വന്നതോടുകൂടി ആൾ ഉഷാറായി. ഒരു ഹജ്ജ് ചെയ്തതോടുകൂടി ഉഷാറായി. കാരണം ഇതുവരെ കേട്ട ഇസ്ലാമിനെ കണ്ട ഇസ്ലാമാക്കി മാറ്റാണിത്. നമ്മൾ കേട്ട ഇസ്ലാമാണ്. ഇബ്രാഹിം നബിയെ കേട്ടിരിക്കുക, ഇസ്മായിൽ നബിയെ കേട്ടിരിക്കുകയാണ്, റസൂലുള്ളാഹിനെ കുറിച്ച് കേട്ടിരിക്കുകയാണ്, കഅബയെക്കുറിച്ച് കേട്ടിരിക്കുകയാണ്. അത് കാണിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് ഹജ്ജ്, ഉംറയും. ഇതാ ഇബ്രാഹിം നബി ഒരു കഥയിലെ മിത്തല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിൻ്റെ മക്കാം ഇതാ, അദ്ദേഹം നടന്ന വഴികൾ ഇതാ, അദ്ദേഹത്തിൻ്റെ ഭാഗമിതാ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഓടിയ ഇടമിതാ, അദ്ദേഹത്തിൻ്റെ മകൻ കാലിട്ടടിച്ച ഇടമിതാ, അദ്ദേഹത്തിൻ്റെ മകനെ അറുക്കാൻ കൊണ്ടുപോയ സ്ഥലമിതാ. കണ്ടോ? ചിലതിന് സാക്ഷ്യം വഹിക്കാൻ അല്ലാഹ് നമ്മളെ അതിഥിയായി കൊണ്ടുപോവുകയാണ്. നമ്മളൊക്കെ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇബാദുർ റഹ്മാനായിട്ടാണ്, കാരുണ്യവാൻ്റെ സച്ചരിതരായ ദാസന്മാരായിട്ടാണ്. ഹജ്ജിന് പോകാൻ തീരുമാനിക്കുമ്പോൾ അല്ലാഹ് നമുക്കൊരു പോസ്റ്റ് തരികയാണ്. ഈ കൊല്ലത്തെ അള്ളാഹുവിൻ്റെ അതിഥികളാണവർ, ളുയൂഫുർ റഹ്മാൻ. ലോകത്ത് 200 കോടിയിലധികം മുസ്ലിമീങ്ങൾ. അതിൽ നിന്ന് അല്ലാഹു തആല ഇക്കൊല്ലം തൻ്റെ വിശുദ്ധ ഭവനത്തിലേക്ക് കുറച്ച് ആളുകളെ അതിഥികളായി തിരഞ്ഞെടുത്തിരിക്കുന്നു. അവരാണ് ഹാജിമാർ. അവർ ഭയങ്കര തിരഞ്ഞെടുപ്പാണ്. ചില ആളുകൾ അല്ലാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങളവിടെ പോയി നോക്കിയാൽ ഗസക്കാരുണ്ടാവും. അവിടെ നിങ്ങളവിടെ പോയി നോക്കിയാൽ ലോകത്തെ ഏറ്റവും പരീക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളിൽ ആളുകൾ പോലും ഹജ്ജിന് അവിടെ എത്തിയിട്ടുണ്ടാവും. അത് ഹജ്ജിൻ്റെ ഒരു വലിയ സംഭവമാണ്. ഇസ്ലാമിനെ, ലോക ഇസ്ലാമിനെ ഒരു കേന്ദ്രമായി പിടിച്ചു നിർത്തുന്നത് ഹജ്ജാണ്. എല്ലാ മുസ്ലിമീങ്ങളെയും ഒന്നിച്ച് അമല് ചെയ്യിക്കുകയാണ് ഹജ്ജ്. ഹജ്ജിൻ്റെ ഒരു പ്രത്യേകത അതാണല്ലോ. ഒറ്റക്കൊറ്റക്കല്ല, എല്ലാവരെയും ഒരു നിശ്ചിത ദിവസം ഒന്നിച്ച് വിളിച്ച് ഒന്നിച്ച് ചെയ്യിക്കുകയാണ് ഹജ്ജ്. വേറൊരു മതത്തിലതില്ല. ഇപ്പം നമ്മളെ ശബരിമലയിൽ ഹിന്ദുക്കൾ സഹോദരന്മാർ പോകണ്ടല്ലോ, അവർ പല ദിവസം 40 ദിവസത്തിൽ പല സമയത്താണ് പോണത്. നമ്മളെക്കാൾ കൂടുതൽ ആളൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അവിടെ പോയാൽ 2000 ആളുണ്ടാവും. പക്ഷേ നിങ്ങൾ കഅബത്ത് പോയി നോക്കിയാൽ, ഹജ്ജിന് പോയി നോക്കിയാൽ 40 ലക്ഷമാണെങ്കിൽ 40 ലക്ഷം ഒന്നിച്ച് അറഫയിൽ ഒരൊറ്റ പകലിൽ 40 ലക്ഷം ആൾക്കാരെ അറഫയെ കൊടുന്ന് നിർത്തുക. ഈ 40 ആളുകൾക്ക് ഒരൊറ്റ പകലിന് വേണ്ടി ശീതീകരിച്ച ടെൻറ്റുകൾ ഉണ്ടാക്കിയിരിക്കുക. കൊല്ലത്തിൽ 3-4 ദിവസം മാത്രം താമസിക്കാനുള്ളതാണ് മിനായിലെ ടെൻറ്റുകൾ. ഈ 40 ലക്ഷത്തിനും താമസിക്കാൻ വേണ്ടി മിനയിൽ ശീതീകരിച്ച തീ പിടിക്കാത്ത ടെൻറ്റ് ഉണ്ടാക്കിയിരിക്കുക. അതൊന്നിച്ചല്ലെങ്കിൽ നമ്മളിപ്പോഴത്തെ ഹജ്ജിൻ്റെ ചിലവ് 4-1 ഒരു ഉംറയുടെ ചിലവേ ഉണ്ടാവുള്ളൂ. ഹജ്ജ് ഉംറയ്ക്ക് 1 ലക്ഷത്തിൽ താഴെ ചിലവുള്ളൂ. പക്ഷെ ഹജ്ജിന് ചിലവ് കൂടാൻ കാരണം എന്താ? ഹജ്ജിന് ഒന്നിച്ചാണ് ചെയ്യുന്നത്. ലോക മുസ്ലിമീങ്ങൾ എല്ലാവരുടെയും പ്രതിനിധികൾ ഒന്നിച്ച് മുസ്ദലിഫയിൽ, ഒന്നിച്ച് ജംറയിൽ, ഒന്നിച്ച് അറഫയിൽ. എന്താണ് ആ സംഭവം? നിങ്ങളിങ്ങനെ സൈഡിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നല്ല കറുകറുത്ത നിറമുള്ള സഹോദരന്മാരുണ്ടാവും, നല്ല വെളുവെളുത്ത നിറമുള്ളവരുണ്ടാവും, ചുവപ്പ് കളർ കലർന്നവരുണ്ടാവും. അങ്ങനെ എല്ലാത്തരം ആളുകളും അവിടെ ഉണ്ടാവും. എല്ലാത്തരം ആളുകളും അവിടെ ഉണ്ടാവും. ഇവരൊക്കെ ഈ ഒന്നിച്ചാണ് ഹജ്ജ് നിർവഹിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമില്ലേ? അപ്പോൾ ഹജ്ജിനൊരു വലിയ ചൈതന്യമുണ്ട്. നമ്മളെ സ്ഫുടം ചെയ്ത് സംസ്കരിച്ചെടുക്കുകയാണ്. ഞാൻ ഈ ഖുത്ബയിൽ ഇത്രേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓരോരുത്തരും ആത്മപരിശോധന നടത്തണം. ഞാൻ ഹജ്ജിന് പോകാൻ അർഹനാണോ? പോണ്ടേ? ആഗ്രഹിച്ച് കൊതിച്ചുകൊണ്ടിരിക്കണം. ആഗ്രഹിച്ച് കൊതിച്ചാൽ നടക്കാത്ത ഒന്നല്ല ഇപ്പോൾ ഹജ്ജ്. നമ്മളെ ചെറുപ്പക്കാരെന്തെങ്കിലുമൊക്കെ നേടാൻ വിചാരിച്ചൊക്കെ അവരെ നേടിയിരിക്കും. പക്ഷേ അവരെ മനസ്സിൽ വന്നിരിക്കുന്നത് അതൊക്കെ വല്യപ്പന്നെ പോയിട്ടില്ല, പിന്നെ ഞാനിന്നാണ്. വല്യപ്പ പോകേണ്ടതല്ലേ ഹജ്ജ്? ഞാനോ? ഞാൻ പോയി വന്നിട്ട് ഹാജിയായാൽ പറ്റൂല എന്നുള്ള വിചാരമാണ്. അങ്ങനെയല്ല, എനിക്ക് പോകണം, നേരത്തെ ഹജ്ജ് ചെയ്യണം.
മാത്രമല്ല ഹജ്ജ് ചെയ്ത ആളുകൾ വീണ്ടും ഹജ്ജിന് പോകണതിന് കുറ്റമൊന്നുമില്ല. ചില ആൾക്കാർ അങ്ങനെ ഒരു പ്രചാരണമുണ്ട്. നബി ആകെ ഒരു ഹജ്ജ് ചെയ്തിട്ടുള്ളൂ, ഒന്നിൽ കൂടുതൽ ഹജ്ജ് ചെയ്ത് തെറ്റാണ്, അങ്ങനെയൊന്നുമില്ല. നബി ഒരു ഹജ്ജ് ചെയ്യാൻ കാരണം ഹജ്ജ് വൈകി നിർബന്ധമാക്കിയ കർമ്മമാണ്. ദുൽഹജ്ജ് 10 പിന്നെ ഹിജ്റ 10-ാം വർഷമാണത്. പിന്നെ നബി ജീവിച്ചിരുന്നിട്ടില്ല. അതേസമയം ഖുലഫാഉർ റാഷിദുകൾ ഒരുപാട് ഹജ്ജ് ചെയ്തു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാനൊരൊറ്റ ഹജ്ജ് ഒഴിവാക്കാറില്ല. ചില ആളുകൾക്ക് മറ്റ് ഇസ്ലാമികമായ ബാധ്യതകളൊന്നും നിർവഹിക്കാതെ ഹജ്ജ് ഉംറ എന്ന് പറഞ്ഞാൽ ശരിയല്ല. സാമ്പത്തികമായ പാവങ്ങളോടുള്ള ബാധ്യത, സാമൂഹികമായ ബാധ്യത, ഇതൊക്കെ നിർവഹിച്ചിട്ട് ഹജ്ജിന് പോകണം തോന്നിയാൽ പോകണം. ഒരാൾക്ക് അവിടെ നിന്ന് കൂടുതൽ ഈമാനിക ആവേശം, നിങ്ങൾ തഖ്വയാവുന്ന പാതയെ ഒരുക്കുക ബുദ്ധിയുള്ളവരെ. കാരണം ഹജ്ജ് നിർവഹിക്കുന്നതിലൂടെ തഖ്വ വർദ്ധിക്കും, അള്ളാഹിനെ കുറിച്ചുള്ള ബോധം വർദ്ധിക്കും, ഇസ്ലാമികമായ ഉണർവുണ്ടാകും. ഒരാൾക്കത് കൂടുതൽ ചെയ്യണമെന്ന് സാമ്പത്തിക ശേഷിക്കുള്ള നല്ല കഴിവുള്ള ആളാണെങ്കിൽ ഹജ്ജ് ചെയ്യണം. എല്ലാ കൊല്ലവും ഹജ്ജ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉംറ ചെയ്യാം. പക്ഷേ അയാൾ മറ്റ് ഇസ്ലാമിക ബാധ്യതകളൊക്കെ നിർവഹിക്കണം. ആരെങ്കിലും രണ്ടാമത്തെ ഹജ്ജിനാണ് പോകുമ്പോഴേക്കും ഇതെന്തോ തെറ്റ് കുറ്റമാക്കിയിട്ട് ഹജ്ജ് ചെയ്യുന്നതിന് ഒരു സാമ്പത്തിക കണക്കിൽ കൺപ്പെടുത്താം. അങ്ങനെയാണെങ്കിൽ ഹജ്ജ് എന്നാണ്ട് നിർത്തിവെച്ച ആ കാശിനെ മുസ്ലിം സമുദായം രക്ഷപ്പെടും. പക്ഷേ സമുദായം മാത്രം സാമ്പത്തികമായി രക്ഷപ്പെട്ടാലും ഇസ്ലാമിനെ ലൈവാക്കി നിർത്തുന്നതിൽ ഹജ്ജ് നിർവഹിക്കുന്ന പങ്ക് വളരെ വലിയ പങ്കാണ്. ഇപ്പം ഹജ്ജിന് പോകാം. നമ്മൾ ആഗ്രഹിച്ച് നോക്കിയേ, നമുക്ക് അല്ലാഹു തആല അവസരം ഒരുക്കി തരും. പലപ്പോഴും ഈ ഹജ്ജ് അതിൻ്റെ നല്ല ഘടനയിൽ നമുക്ക് നിർവഹിക്കാൻ കഴിയുമ്പോൾ അതൊരു ഈമാനികമായ ഉണർവ് നമുക്ക് ഉണ്ടാക്കിത്തരും. ഇൻഷാ അല്ലാഹ് ഈ വിഷയങ്ങൾ അതിൻ്റേതായ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യണം. ഹജ്ജിന് പോകുന്ന ആളുകൾ ഏറ്റവും നല്ല രീതിയിൽ ഹജ്ജ് നിർവഹിക്കാനും നല്ലൊരു ഹാജിയെപ്പോലെ തിരിച്ചു വരാൻ, റജാക്കവല യോമ്യം വലത്തുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ തിരിച്ചു വരാനും അവർ ശ്രമങ്ങൾ നടത്തണം. ഹജ്ജിന് പോകുന്നവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടണം. അവർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ മനസ്സിലാക്കണം, ഒരുപാട് പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങൾ, ഒരുപാട് നന്മകളിൽ വളരാൻ പറ്റിയ ഇടങ്ങൾ. നമ്മളിട്ടിട്ടിങ്ങനെ മെരുക്കി, നമ്മളെക്കൊണ്ട് ഇഹ്റാം വസ്ത്രം അണിയിച്ച്, നമ്മളെക്കൊണ്ട് ജടപിടിച്ച മുടിയുമായി നമ്മളെ മെരുക്കിയെടുത്ത് കുറേ അറഫയിൽ കൊണ്ടിട്ട് മുസ്ദലിഫയിൽ കൊണ്ടിട്ട് കല്ലെറിയിച്ച് മിനായിലെ ടെൻറ്റിൽ കിടത്തി അങ്ങനെ ഇങ്ങോട്ട് സ്ഫുടം ചെയ്തെടുത്ത് വളർത്തി ശരിയാക്കി തരുന്ന പ്രക്രിയയാണ് ഹജ്ജ്. ആ ഹജ്ജിലൂടെ നല്ലൊരാൾ വരണം. അതിൻ്റെ ചൈതന്യപൂർണ്ണമായ ഹജ്ജായിരിക്കും. ആ ചൈതന്യം പലപ്പോഴും നഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ചെയ്യാൻ. ഇൻഷാ അല്ലാഹ് സംബന്ധമായും മറ്റു കാര്യങ്ങളൊക്കെ ഇനിയുള്ള ഖുത്ബകളിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കുടിക്കോളിയാ